ഇല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് പോയി കാണാം. അതെന്താ അങ്ങനെ? ഡോക്ടറെ കാണാൻ പോകുന്ന വഴിക്ക് ഞാൻ വേറൊരാളെ കണ്ടു. ലക്ഷ്മിയാണോ സംശയിച്ച് കുറച്ച് പിന്നാലെ പോയി. ലക്ഷ്മിയോ? ആ അതെ, അവളെപ്പോലെ തന്നെ തോന്നി. ഞാനവളെ വിളിക്കുകയും ചെയ്തു, പക്ഷേ പെട്ടെന്ന് പിന്നെ കണ്ടില്ല. സച്ചേട്ടന് തോന്നിയതായിരിക്കും. അല്ലെങ്കിലും അന്ന് വളകാപ്പിന് ലക്ഷ്മി വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. എന്ത്? പഴയ കാമുകിയെ കണ്ടപ്പോ മനസ്സിനൊരു ഇളക്കം തട്ടിയതുപോലെ. ഏയ് ചുമ്മാ താനൊന്ന് പോയേ, ചുമ്മാ അനാവശ്യം പറയല്ലേ. പണ്ടത്തെ കഥകളൊക്കെ എനിക്കറിയില്ല, പക്ഷെ ആ കത്തിപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഓഹോ, അതിപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കാണോ? താനാള് കൊള്ളാലോ. ലക്ഷ്മി വന്നപ്പോഴുള്ളൊരു ഇളക്കവും ചിരിയും സംസാരവും. ലക്ഷ്മിയോട് സംസാരിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു. ഒന്ന് പോടോ അവിടുന്ന്. എന്റെയോ ലക്ഷ്മിയുടെ മനസ്സിൽ അതൊന്നുമില്ല. അതൊക്കെ എന്നോ മറന്ന കാര്യങ്ങളാ. അവളിപ്പോ ഗോവിന്ദനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ. കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഇവിടെ വന്ന് തന്നെ കണ്ടില്ലായിരുന്നോ? അതൊക്കെ സമ്മതിച്ചു. പക്ഷെ സച്ചേട്ടാ, സ്നേഹിച്ചവര് പരസ്പരം പിരിഞ്ഞു പോയേക്കാം. പല കാരണങ്ങളും കൊണ്ട് ഒരുമിച്ച് ചേരാൻ പറ്റാതെ ആയിരിക്കാം. എന്നാലും ആദ്യം പ്രേമിച്ച പെണ്ണിനും ആണിനും അത് പരസ്പരം മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ദേ, എന്റെ അടുത്ത് വലിയ ജാടയൊന്നും ഇറക്കണ്ട. ഈ മനസ്സിലൊരു കാറ്റടിച്ചാലേ അതെനിക്കറിയാം. അതിന് താൻ മൈൻഡ് റീഡിംഗ് പഠിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് ഭർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ ഭാര്യമാരും സ്വയം പഠിക്കുന്ന ഒരു കോഴ്സാണ് അത്. ഭർത്താവിന്റെ മനസ്സ് വായിക്കാനുള്ള മൈൻഡ് റീഡിംഗ്. അല്ല, എനിക്കൊരു സംശയം. എന്താ? കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഇവിടെ വെച്ച് കണ്ടു എന്ന് സച്ചേട്ടൻ പറഞ്ഞു. ഇന്നിപ്പോ ഇതാ വീണ്ടും കണ്ടു. കണ്ടത് ലക്ഷ്മി തന്നെയാണെങ്കിൽ ലക്ഷ്മി എന്തിനായിരിക്കും ഈ ഹോസ്പിറ്റലിൽ വന്നത്? അപ്പൊ എന്നോട് പറഞ്ഞത് ഏതൊരു ബന്ധു ഇവിടെ കിടപ്പുണ്ടെന്ന്. അതെ, സാറിനോട് ഇഷാന ഡോക്ടർ റൂം വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഓക്കെ. ഞാനെന്നാ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. പോകുന്നതൊക്കെ കൊള്ളാം. ഇനിയും ലക്ഷ്മിയെ കണ്ടെന്ന് പറഞ്ഞേ വല്ല പെണ്ണുങ്ങളുടെയും പിന്നാലെ പോയേക്കരുത്. നാണക്കേടാവും. താനൊന്നും പോയാ പോട്ടെ.